ഞങ്ങൾ പറക്കാട് റിസോർട്ടിൽ എത്തിയപ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇതാ ഈ നിൽക്കുന്ന ചേച്ചിയെ കണ്ട, ഞങ്ങളെ വെൽക്കം ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു പുള്ളിക്കാരി. ഞങ്ങൾക്ക് ആ വെൽക്കമിങ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കാണുന്നതാണ് നമ്മുടെ റൂം. നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള റൂമാണ്. പക്ഷെ ഇവർ പറയുന്നത് ഇത് ഇവരുടെ സ്റ്റാൻഡേർഡ് റൂമാണെന്നാണ്. അപ്പോൾ ലക്ഷറി സൂട്ടിൻ്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ വാഷ്റൂമാണ്. ഇവിടുത്തെ വാളിലും ഫ്ലോറിലും കൊടുത്തിരിക്കുന്ന ടൈൽസിന് ഒരു ഗോൾഡൻ ടച്ച് ഉള്ളത് കൊണ്ട് തന്നെ ഒരു റിച്ച് ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ രാത്രിയിൽ നമ്മുടെ ബിഗ് ബോസ് ഫെയിം ശരണ്യയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി. ഒത്തിരി ഡിഷസ് ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി ആയതുകൊണ്ട് ഫുഡിങ് ഭയങ്കര കുറവായിരുന്നു. ഭയങ്കര ലൈറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത്. ആൻഡ് നെക്സ്റ്റ് ഡേ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റു, ബിക്കോസ് ഐ നെവർ വാണ്ടഡ് ടു സ്കിപ്പ് ദ ബ്രേക്ക്ഫാസ്റ്റ്. ബഫേ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഡിഷസ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒട്ടും കുറയ്ക്കാനൊന്നും നിന്നില്ല. അത്യാവശ്യം നല്ല പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു. പക്ഷെ കൂടെ ഉള്ളവർ അത്ര പോളിംഗ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ചളിക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. മഞ്ഞ പൊട്ടി എടുക്കും, നീ കഴിക്കും. പക്ഷെ ഇത് നടക്കുന്നില്ലടി. അങ്ങനെ മഞ്ഞക്കുരു പൊട്ടാതെ